എത്ര രൂപയുടെ സാലറിയാണ് ഒരു കാറ് വാങ്ങിക്കാൻ ആവശ്യമായത് നോക്കിയാലോ. ഒരു കാറ് ഒരിക്കലും പ്രശ്നമാവുന്നത് അതിന്റെ വില കൊണ്ടല്ല, മറിച്ച് കൃത്യമായുള്ള EMI ചൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സാലറിയുടെ 15% മാത്രമേ എന്താവുള്ളൂ, EMI ആവുള്ളൂ. ദാറ്റ് മീൻസ് എൻ്റെ സാലറി ഒരു 30,000 രൂപയാണെന്ന് വെക്കുക. എനിക്ക് EMI മാക്സിമം 4,500 രൂപ വരെ പോകാം. ഇപ്പോൾ എൻ്റെ സാലറി ഒരു 50,000 രൂപയാണെന്ന് വെക്കുക. മാക്സിമം ഒരു 7,500 രൂപ വരെ എനിക്ക് EMI പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാലറി ഇൻറ്റു 10 അതായിരിക്കണം എന്ത്, കാറിൻ്റെ വില. EMI ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഒരിക്കലും ഒരു ഫ്രീഡമായി തോന്നില്ല. അത് ഒരു കൂടായിട്ട് മാത്രമേ തോന്നുള്ളൂ. ഒരു കാർ വാങ്ങിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കംഫർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മൈൻഡിൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. വളരെ സമാധാനപരമായിരുന്ന് കൃത്യമായി നല്ല പർച്ചേസുകൾ സ്മാർട്ടായി നടത്തുക. അല്ലെങ്കിൽ നാളെ കുറേ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. ആൻഡ് ഇതുള്ള വീഡിയോസിന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.